യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ഞായറാഴ്ചയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമുക്ക് ബലം നൽകുന്ന വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതം ധന്യമാകുവാൻ ഈശോ നമുക്കൊരവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, കർത്താവ് തിരിച്ചു വരുന്നത് ആ സമയമോ മണിക്കൂറോ നമ്മൾ പോലും അറിയാത്ത സമയത്താണ് ഈശോയുടെ രണ്ടാം വരവ് ഉണ്ടാകുന്നത്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ടോ? ഈശോയോടൊപ്പമായിരിക്കുവാൻ ഓരോ നിമിഷങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആവശ്യ സമയത്ത് മാത്രം ചെന്ന് ഈശോയുടെ വാതിൽക്കൽ മുട്ടുന്ന വ്യക്തികളാണോ നമ്മൾ? അതോ ഈശോയോടൊപ്പം 24 മണിക്കൂറും ഓരോ സെക്കൻഡുകളും ഈശോയോടൊപ്പം കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ്? നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. 10 കന്യകമാരുടെ സ്ഥാനത്ത് 5 പേർ ബുദ്ധിമതികളും വിവേകികളുമായിരുന്നു. നമ്മൾ ആരുടെ കൂടെ, ആരെപ്പോലെയാണ് നമ്മുടെ ജീവിതം? ഈശോയോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിട്ടാണ്. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ഈശോയോട് നമുക്ക് ചോദിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ സമയത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. കാരണം കള്ളൻ നമ്മളോട് പറഞ്ഞിട്ടല്ല വരുന്നത്. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ വരവും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കില്ല. അതിനുവേണ്ടി ഏത് നിമിഷം ഈശോ വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറായി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ, ഈശോയോടൊപ്പമായിരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.